Hello dear students. In this video we are going to discuss about the types of investment strategies. By now you know what is portfolio management, what are the objectives of that, and what are the process involved in portfolio management. Okay, and in this video we'll be discussing about the various types of investment strategies. In your textbook it is given under different heads. I have clubbed it together and we'll see what it is. One is value investing. Value investors are bargain shoppers. They seek stocks they believe are undervalued. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബാർഗെയിനേഴ്സ് ആണ്. അവർ എന്താ എപ്പോഴും നോക്കുക വെച്ചാൽ മാർക്കറ്റിൽ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നോക്കിയിട്ട് അത് വാങ്ങിച്ച് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്, ദ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതും ഒരു സ്ട്രാറ്റജിയാണ്. They look for stocks with prices they believe don't fully reflect the intrinsic value of the security. ശരിക്കും ഈ കമ്പനിയുടെ ഷെയറിന് ഇത്ര വില കണ്ടാൽ പോരാ, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഇതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഷെയർസിനെയാണ് അവർ അണ്ടർ വാല്യൂഡ് ഷെയർസ് എന്ന് പറയും. ആ അണ്ടർ വാല്യൂഡ് ഷെയർസ് പർച്ചേസ് ചെയ്യാണ് അവർ ചെയ്യുക. വാല്യൂ ഇൻവെസ്റ്റിംഗ് ക്യാൻ വർക്ക് സോ ലോങ് ആസ് എ ഇൻവെസ്റ്റർ ഏഴ്സ് എ നെറ്റ് for the long term and is prepared to apply some serious effort and research to their stock selection. അയാൾ ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ ആയിരിക്കണം. അതേപോലെ പെട്ടെന്ന് വാങ്ങിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കരുത്. ഹി ഷുഡ് റിമെയിൻ ദെയർ ഫോർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് കുറച്ച് റിസർച്ച്, ഇതിന് മുകളിൽ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത്, അതായത് കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ സമയം ഉള്ള അല്ലെങ്കിൽ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ വാല്യൂ ഇൻവെസ്റ്റർ എന്ന് പറയാം. ആ പ്രോസസ്സിനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് റിസർച്ചൊക്കെ ക്യാരി ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ആസ്പെക്ട്സും, ആ കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ ആസ്പെക്ട്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന് സാധാരണഗതിയിൽ അതല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഇപ്പോൾ നമുക്കറിയാം പ്രൈസ് ഏർണിംഗ് റേഷ്യോസിൻ്റെ ബേസിസിൽ നമ്മൾ കമ്പനീസിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിൻ്റെ ബേസിസിൽ ഈ പ്രൈസസ്, സ്റ്റോക്ക് പ്രൈസസ് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റിംഗ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ദാറ്റ് ഈസ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. കമ്മിങ് ഓവർ ടു ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്. ഈ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ലോ കോസ്റ്റ് ഡീൽസ്, ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് ലുക്ക് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് ഓഫർ ഹൈ പൊട്ടൻഷ്യൽ ആൻഡ് ഫ്യൂച്ചർ ഏർണിങ്സ്. അതായത് ഗ്രോത്ത് ഉള്ള കമ്പനീസ്, തൽക്കാലത്തെ അണ്ടർ വാല്യൂഡ് ഇത് നോക്കിയിട്ട് ഷെയർസ് വാങ്ങിക്കുകയല്ല ഉദ്ദേശം. വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പോലെയല്ല. ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുക ഈ കമ്പനിക്ക് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുക. അതെയാണ് നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദേ വിൽ ബി ബോതേഡ് അബൌട്ട് ദ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ഓർഗനൈസേഷൻ. Then it involves evaluating a stock's current health as well as its potential to grow. ഇപ്പോഴെന്താ അതിൻ്റെ സ്ഥിതി, അതിന് ഭാവിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതും കൂടിയാണ് അവർ അനലൈസ് ചെയ്യുക. എ ഡ്രോബാക്ക് ടു ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഇസ് ലാക്ക് ഓഫ് ഡിവിഡൻസ്. ഈ ഗ്രോത്ത് സ്റ്റേജിലുള്ള കമ്പനീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്രോ ചെയ്യുക പറഞ്ഞാൽ ദേ നീഡ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ദേ നീഡ് ടു പ്ലോ ബാക്ക് ദെയർ പ്രോഫിറ്റ്സ്, അല്ലേ? പ്ലോയിങ് ബാക്ക് ഓഫ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡിവിഡൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നവരല്ല ഈ ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ്. ദേ വോണ്ട് ദ കമ്പനീസ് ടു ഷോ ഗ്രോയിങ് ടെൻഡൻസീസ്. ഡിവിഡൻഡ് കുറഞ്ഞാലും വേണ്ടില്ല, നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനി ആയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ്. If a company is in growth mode, it often needs capital to sustain its expansion. This doesn't leave much cash left for dividend payments. Then growth with high level of borrowed funds. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കടം എടുത്തിട്ടൊക്കെയാണ് കുറച്ചെങ്കിലും ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അങ്ങ് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് മിമിക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഒക്കെയാണ്, സസ്റ്റൈനബിൾ അല്ലാത്തൊരു ഗ്രോത്ത് ആണെങ്കിൽ
ഒന്നും അതിനെക്കുറിച്ചൊക്കെ ഇൻവെസ്റ്റേഴ്സ് നീഡ്സ് ടു ബി ബോതേർഡ്. അവരതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ അതൊരു ഹൈപ്പായിട്ട് കാണിക്കുക മാത്രമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഹൈ പൊട്ടൻഷ്യൽ കമ്പനീസ്, അതിനെയാണ് ഗ്രോത്ത് ഡിസ്പൈറ്റ് ദേ വിൽ ബി ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ റിട്ടേൺസ് ദാറ്റ് ദേ ഗെറ്റ്, ദേ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. ദെൻ കംസ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്. They believe winners keep winning and losers keep losing. ഇതാണ് മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അവർ എന്താ വെച്ചാൽ മാർക്കറ്റിലുള്ള ട്രെൻഡ് എന്താണോ അതിനെ അങ്ങ് ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ അവർ വിചാരിക്കണം എന്താ വെച്ചാൽ ഒരു അപ്വേർഡ് ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു, ഒരു ലൂസിങ് ഉണ്ടെങ്കിൽ അത് ലൂസ് ചെയ്യാനാണ് ചെയ്യുക എന്നുള്ള അസംഷൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളെയാണ് നമ്മൾ മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. They look to buy stock experiencing an uptrend. അപ്ട്രെൻഡ് കാണിക്കുന്ന ഷെയർസ് they expect it to continue. ഞാൻ പറഞ്ഞില്ലേ, കൂടുവാണെങ്കിൽ കൂടും, കുറയുകയാണെങ്കിൽ കുറയും എന്നുള്ള അസംഷനിൽ പോകുന്നവരാണ് ഈ മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സ്. സോ they look to buy stock experiencing an uptrend because they believe losers continues to drop. They may choose to short sell those securities. അപ്പോൾ ലൂസിങ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർ വിറ്റഴിച്ച് ഷോർട്ട് സെല്ലിങ്ങിനൊക്കെ അവർ ട്രൈ ചെയ്യും. They use a strictly data-driven approach to trading and look for patterns in stock prices to guide their purchase decision. ഈ ടെക്നിക്കൽ അനാലിസിസ് കൂടുതൽ നടത്തുന്നതാണ് ഈ മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്, ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഈ പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ട്രേഡേഴ്സ് ഹു അഡ്ഹർ ടു മൊമെൻറ്റം സ്ട്രാറ്റജി നീഡ്സ് ടു ബി at the switch and ready to buy and sell at all times. അപ്പം എപ്പോഴും ഈ മൊമെൻറ്റം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കണം, റെഡി ആയിരിക്കണം, ഓൺ ദി സ്പോട്ടാണ്. whenever they feel an uptrend they will make their decision and downtrend means they will try to leave it. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രെൻഡിന് അനുസരിച്ച് എത്ര ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണെങ്കിലും പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളെയാണ് നമ്മൾ മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഡോളർ കോസ്റ്റ് ആവറേജിങ്. ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ആണെന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ മുന്നേ പഠിച്ച വാല്യൂവും ഗ്രോത്തും ഒക്കെ ആണെങ്കിലും അതിനകത്ത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റ് ഓവർ ടൈം and is not mutually exclusive to the other methods described above. Mutually exclusive അല്ലെ പറഞ്ഞാൽ അതിനകത്താണെങ്കിൽ if you are a value investor ആണെങ്കിൽ പോലും അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിസിലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ദ വേ ഇൻ വിച്ച് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് അതൊരു സിസ്റ്റമാറ്റിക് വേയിലാണെങ്കിൽ റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് it becomes dollar cost averaging. Rather, it is a means of executing whatever strategy you choose. നമ്മൾ ഇതൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നതിനേക്കാൾ ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീൻസ് ഓഫ് എക്സിക്യൂട്ടിംഗ് വാട്ട് എവർ സ്ട്രാറ്റജി യു ചൂസ്. The benefit of dollar cost averaging strategy is that it avoids a painful and ill-fated strategy of market timing. അപ്പോൾ മാർക്കറ്റ് ടൈമിങ്ങിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു സെക്യൂരിറ്റി മാർക്കറ്റ്സ്. ബിക്കോസ് നല്ലൊരു സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. വെച്ചാൽ മാർക്കറ്റ് ഫേവറബിൾ ആവുന്ന സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് എസ് ബാക്ക്, റിട്ടേൺസ് തരാൻ പോകുന്നു. ഇനി മോശമുള്ള സമയത്തായിപ്പോയി നമ്മുടെ ഡിസിഷനെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് അവർ വാലറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഡോളർ കോസ്റ്റ് ആവറേജിങ്. നമ്മളിപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഒക്കെ പോലെയാണ്. മ്യൂച്വൽ ഫണ്ടിൽ മാസം 500 രൂപ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു സിസ്റ്റമാറ്റിക് പീരീഡിൽ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഓരോ സമയത്തും നമ്മൾ സിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് വലിയ തോതിൽ നമുക്ക് ബെനിഫിറ്റും റീപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷെ അതേ സമയത്ത് നഷ്ടം നമുക്ക് വലിയ തോതിലൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാതെ, കാരണം ആ ഒരു എത്ര കുഞ്ഞി കാശാണോ നമ്മൾ ഇടുന്നത് അതിനെ നമുക്ക് എഫക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു മാർക്കറ്റ് ടൈമിങ്ങിൽ ആ ഇൽഫേറ്റ് പ്രശ്നങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു സാധനമാണ്. ദെൻ വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാപ്പൻസ് ഇൻ റെഗുലർ ഇൻക്രിമെൻറ്റ്സ്
the investor captures prices at all levels from high to low. രണ്ടും നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരും. These periodic investments effectively lower the average per share cost of the purchase. ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊത്തം വരുന്ന പെർ ഷെയർ കോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ലെവലിലേക്ക് പോകും. ഇതാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ്. ദെൻ നമുക്ക് സ്ട്രാറ്റജീസ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. മറ്റേതൊക്കെ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഇതൊക്കെ പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ സ്റ്റൈൽസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Passive investment, they assume that the market is efficient and the securities are fairly priced. ഈ ഒരു അസംഷനിലാണ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പോകുന്നത്. അവിടെ നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളതൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഓവർ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ദേ ബിലീവ് ദാറ്റ് നോ വൺ ക്യാൻ ഔട്ട് പെർഫോം ദ മാർക്കറ്റ് ആൻഡ് നെവർ ട്രൈസ് ഫോർ ഇറ്റ്. ആർക്കും മാർക്കറ്റ് ഈ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിൽ പറയുന്ന പോലെയാണ്. മാർക്കറ്റ് എല്ലാ ഇൻഫർമേഷൻസും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ്. അപ്പോൾ അവിടെ ആർക്കും ഒരു ലാഭം അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീനെയാണ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പറയാം. They buy a large portfolio of stock or bond and keep it with them during all conditions. അവരത് അവരുടെ കയ്യിൽ വെക്കുക ചെയ്യുക. ഇതിന് രണ്ട് രീതികളുണ്ട്, രണ്ട് ടൈപ്സ് ഓഫ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്. One is buy and hold strategy, that is buying the securities and keeping it with you. ആൻഡ് അതാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഇൻഡെക്സിങ് സ്ട്രാറ്റജിയാണ്. ഈ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇൻഡെക്സിങ് സ്ട്രാറ്റജി പറയുന്നത്. വിച്ച് അറ്റംപ്റ്റ്സ് ടു മിമിക് ദ പെർഫോമൻസ് ഓഫ് എ മാർക്കറ്റ് ഇൻഡെക്സ്. നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ ഒന്നുകിൽ BSE സെൻസെക്സ് അല്ലെങ്കിൽ NSE നിഫ്റ്റി, ഇതിനെ നമ്മൾ നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് കണക്കാക്കിയിട്ട് അതിനെ മിമിക് ചെയ്യുന്ന തരത്തിൽ അതിൽ ഏതൊക്കെ കമ്പനീസിൻ്റെ ഷെയർസ് ആണോ നമ്മൾ ഈ സെൻസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ അതേപോലെ നമ്മൾ പോർട്ട്ഫോളിയോനെ ചൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സിങ് സ്ട്രാറ്റജി എന്ന് പറയുക. ഇത്രയാണ് നമുക്ക് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. റീഡ് ദറ്റ് ബുക്ക് ഓൾസോ. ദെൻ വി ഹാവ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇതിൻ്റെ അസംഷൻ എന്താ വെച്ചാൽ മാർക്കറ്റ് അത്ര എഫക്റ്റീവ് ഒന്നും അല്ല. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടാവുന്നത്. ആൻഡ് എക്സസ് റിട്ടേൺ ക്യാൻ ബി അച്ചീവ് ബൈ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പ്രൈസസ്. ഭാവിയിലുള്ള പ്രൈസ് ട്രെൻഡ്സുകൾ ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അസംഷൻ്റെ പുറത്താണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടാകുന്നത്. ദെൻ and they focus on buying at lows and selling at highs. പ്രൈസ് കുറയുന്ന സമയത്ത് കൂടുതൽ വാങ്ങുകയും പ്രൈസ് കൂടുന്ന സമയത്ത് അത് വിൽക്കുകയും ചെയ്യുന്ന, അങ്ങനെ എന്താ പറയുക, വളരെ ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വാല്യൂ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്ന വാല്യൂ ഇൻവെസ്റ്റേഴ്സ് അല്ല, ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിനെ പോലെ കൂടുതലായിട്ട് റിസർച്ചൊക്കെ ചെയ്യുന്ന ക്യാൻ ബിൽഡ് ബെറ്റർ പോർട്ട്ഫോളിയോസ് ആൻഡ് വിൽ assess the quality of company governance and actions of management. അപ്പോൾ അവർ പിന്നെ മാനേജ്മെൻറ്റ് പെർഫോമൻസും ഇതൊക്കെ നോക്കി എപ്പോഴൊക്കെയാണോ എന്താ ചേഞ്ചസ് വരുന്നതെന്നുള്ളത് ഫോഴ്സി ചെയ്ത് അതിൻ്റെ ബേസിസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഇങ്ങനെ എടുക്കുന്നതിന് ആ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ ആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഇത്രയാണ് സ്ട്രാറ്റജീസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു ക്ലാരിഫൈ. Thank you.